ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വെറും ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഓറഞ്ച് കളർ ലഡു ഉണ്ടല്ലോ, അതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മനസ്സിലാവും, അത്ര ടേസ്റ്റാണ്. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് കടലപ്പരിപ്പാണ്. നമ്മൾ സാധാരണ കറി വെക്കുന്ന പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പ്. അപ്പോൾ അത് ഞാനൊരു 3-4 തവണ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ കുതിർത്തി വെക്കാൻ നോക്കുക. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ബൂന്തി ഉണ്ടാക്കിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് 2 മണിക്കൂർ ഒന്ന് കുതിർത്തിയതിന് ശേഷം നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ഇത് മിക്സിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ എന്നിട്ട് സാധാരണ പരിപ്പോടൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി, അല്ലാതെ ഒരുപാട് അരച്ചെടുക്കരുത്. കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് അരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേസ്റ്റ് മാതിരി ആവില്ല. അപ്പോൾ അതേ ഞാൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇച്ചിരി ആയിട്ട് മാവ് എടുത്തിട്ട് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. സംഭവം ഭയങ്കര ഈസിയാണ് ചെയ്യാനായിട്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതേ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടാവുന്ന സമയത്ത് അതിനകത്തോട്ട് കുറച്ചായിട്ട് ഇതേപോലെ ഒന്ന് നുള്ളിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ചൂടുള്ളപ്പം വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്യുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ്. ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി നമ്മൾ അരച്ചത് കൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. അത്രയും സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റാം. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇത് ചുമ്മാ കഴിക്കാൻ തന്നെ ഒരു രസമാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടൊന്ന് ആറണം. ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യാൻ പോവുകയാണ്. അതും ഒരുപാട് പൊടിച്ചെടുക്കരുത്, ഒന്ന് ജസ്റ്റ് 2 തവണ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ട പഞ്ചസാര പാനി ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത് അത്രയും തന്നെ പഞ്ചസാര എടുക്കാൻ നോക്കുക. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പിൻ്റെ അടുത്ത് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. ചുമ്മാ നമ്മൾ ഉരുക്കിയെടുത്താൽ പോലെ ഒരു നൂൽ പരുവാവുന്നത് വരെ ചെയ്തെടുക്കണം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഒരു നൂല് നോക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 നുള്ളു ഓറഞ്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, നമുക്ക് ബേക്കറിയിൽ അതേ ഒരു സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇത് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു നൂൽ പരുവായിട്ട് കിട്ടും. നമ്മളിതിങ്ങനെ തൊടുന്ന സമയത്ത് ഒരു നൂല് പോലെ വരണം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടില്ല ഈ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. തീ ഓഫ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. കാരണം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള ലഡുവാണ്. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ഈ പഞ്ചസാര നല്ലപോലെ പിടിക്കണം. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഏലക്ക ഒന്ന് കുത്തിയിടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഏലക്കപ്പൊടി ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ചേർത്താൽ മതി. ഈ സമയത്ത് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തിടണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അത്രയൊക്കെ മതി. അതിനകത്തോട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് നേരം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും, നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പ് മാത്രമാണ്, പിന്നെ കുറച്ച് പഞ്ചസാരയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കൈയിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ കുഞ്ഞു ലഡുവിൻ്റെ വലുപ്പത്തിന് തന്നെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് കുറച്ച് 3-4 ദിവസം വേണമെങ്കിലും വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന പാകത്തിനാണ്. അത്ര പെട്ടെന്ന് കേടാവൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന 100% ആ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. കാരണം ഞാൻ ട്രൈ ചെയ്തപ്പോൾ അത്രയും സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.